നമ്മുടെ പ്ലാന്റിൽ PLC പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട് അല്ലെ, ഡിഫറെന്റ് ബ്രാൻഡിന്റെ. ബട്ട് എന്താണ് ഈ സേഫ്റ്റി PLCയും നോർമൽ PLCയും തമ്മിലുള്ള വ്യത്യാസം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. വിഷൻ കൺട്രോൾസിന്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സേഫ്റ്റി PLCന്റെ മെയിൻ ഒരു കോൺസെപ്റ്റ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫെയിലിയർ ആകാത്ത PLC എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. അതായത് മോസ്റ്റ്ലി ഇതൊരു കൺട്രോൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫങ്ഷൻസിനാണ് അധികം പ്രിഫറൻസ് കൊടുക്കുന്നത്. അത്തരം ഡിവൈസസിന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് മോസ്റ്റ് ക്രിട്ടിക്കൽ ഡിവൈസസ് ലൈക്ക് നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, റിഗ്, അതല്ലെങ്കിൽ ഹൈ ക്രിട്ടിക്കൽ പ്ലാന്റുകളുണ്ട് ചിലത്, അവിടെ ഒരിക്കലും ഫെയിലിയർ ആവാൻ പാടില്ല എന്നുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത്തരം ആപ്ലിക്കേഷൻസിലാണ് ഈ സേഫ്റ്റി PLC ഉപയോഗിക്കുന്നത്. നോർമൽ PLC പലപ്പോഴും നമുക്ക് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഫ്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഔട്ട്പുട്ട് ചില സമയത്ത് വർക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്തരം ധാരാളം സാധ്യതയുണ്ട്. ഇത് ഒരു സേഫ്റ്റി കൺസേൺ ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ വലിയൊരു ആക്സിഡൻറ്റിലേക്കൊക്കെ നയിക്കാനുള്ള, അല്ലെങ്കിൽ ബ്ലാസ്റ്റിലേക്കോ, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് മൊത്തം നമുക്കൊരു അൺകൺട്രോൾഡ് ആയിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, സേഫ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ PL അഥവാ പെർഫോമൻസ് ലെവൽ, ഈ രണ്ട് സ്റ്റാൻഡേർഡും ഇത് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു സിറ്റുവേഷനും ഇത് ഫെയിലിയർ ആവില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഈ സേഫ്റ്റി PLC ബിൽഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ഒരു PLCനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ വെച്ച് നോക്കുമ്പോൾ സേഫ്റ്റി PLC കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത്. അതായത് ഡുവൽ പ്രോസസ്സറാണ് ഇതിനകത്ത് ഉണ്ടാവുക എപ്പോഴും. ഡുവൽ പ്രോസസ്സർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലോജിക്ക് ചെക്ക് ചെയ്യുന്ന സമയത്തും ട്വൈസ് ഇത് ചെക്ക് ചെയ്യും. നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ലോജിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം 2 തവണ ഇത് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ 2 തവണ ഇത് ചെക്ക് ചെയ്യും. എന്നിട്ട് മാത്രമേ നമുക്കൊരു ഔട്ട്പുട്ട് പുറത്തോട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക്, ഔട്ട്പുട്ട് കണക്ടറിലേക്ക് സിഗ്നൽ കൊടുക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ ഇൻപുട്സും, എല്ലാ കാൽക്കുലേഷൻസും, എല്ലാ ലോജിക്കും 2 തവണ ചെക്ക് ചെയ്യും. അതാണ് ഈ ഡുവൽ പ്രോസസ്സർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഒരു പ്രോസസ്സർ ഫെയിലിയർ ആയാലും രണ്ടാമത്തെ പ്രോസസ്സറിന്റെ സിഗ്നൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യും. അടുത്തൊരു പ്രത്യേകതയാണ് ബിൽഡിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇത് കണ്ടിന്യൂസ്ലി ഇതിന്റെ വയറിംഗ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ലീക്കേജസ് ഉണ്ടോ, ക്രാക്ക് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്പുട്ട് പോകുന്നില്ലേ, എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഇതിന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ PLC ഷട്ട് ഡൗൺ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അത് മോസ്റ്റ് ക്രിട്ടിക്കലാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു സെൻസ് ചെയ്തു കഴിഞ്ഞാൽ ആ PLC നമ്മൾ എസ്പെഷ്യലി മൂവിങ് ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഷട്ട് ഓഫ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി അടുത്തത് ഏതൊക്കെ ഡിവൈസസ് ആണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നതാണ്. ഇത് സേഫ്റ്റി PLC ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഡിവൈസസ് ആയിരിക്കും ഇതിനകത്ത് കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എസ്പെഷ്യലി എമർജൻസി സ്റ്റോപ്പ്, ലിമിറ്റ് സ്വിച്ചസ്, ഡോറിന്റെ ലോക്കിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്, അതുപോലെ ലൈറ്റ് കട്ട്. ലൈറ്റ് കട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ലൈറ്റ് കട്ടാവുന്ന സമയത്ത് നമുക്ക് അവിടെ സിഗ്നൽ കിട്ടും. എന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ പോകാൻ പാടില്ല അല്ലെങ്കിൽ പാടും എന്നുള്ളതായിരിക്കും നമ്മൾ അവിടുത്തെ ലോജിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ മാറും. ചില കേസിൽ ഇപ്പോൾ നമ്മളൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഇപ്പോൾ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ വരും. ഓക്കെ, അവിടെ പോകാൻ പാടില്ല എന്നുള്ളതായിരിക്കും. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്താ പറയുക, ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ നമ്മൾ സെൻസേഴ്സ് വെച്ചിട്ടുണ്ടാവും. ആ സെൻസറിനെ ബേസ് ചെയ്ത് സിഗ്നൽ അവിടെ കൊടുക്കും. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ അൺയൂഷ്വൽ ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ പ്രസൻസ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ മൂവ്മെന്റ്സ് ഉള്ള ഡിവൈസസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ അതിനെ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നിർത്തും. അങ്ങനെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സേഫ്റ്റി ഡിവൈസസ്, അതുപോലെ പ്രോക്സിമിറ്റി സെൻസേഴ്സ്, അതല്ലാതെ ധാരാളം സെൻസേഴ്സ് അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിവൈസസിനെല്ലാം ഡബിൾ ചെക്ക് ചെയ്ത്, ഡബിൾ ലോജിക്ക് വീണ്ടും ചെക്ക് ചെയ്ത്, അങ്ങനെ ആണ് ഇതിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നോക്കേണ്ട ഇതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ആക്സിഡൻസ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്. രണ്ടാമത് ഡൗൺ ടൈം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഫെയിലിയർ ആകില്ല എന്നുള്ള കോൺസെപ്റ്റ്, സീറോ ഫെയിലിയർ എന്നുള്ള ഒരു ബെനിഫിറ്റും ഇതിനകത്ത് വരുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതിന് ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് തന്നെയാണ്. നോർമൽ ഒരു PLCയുടെ കോസ്റ്റ് അല്ല ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഹയർ കോസ്റ്റിലാണ് ഇതിന്റെ എപ്പോഴും വരിക. അത് ഡിഫറെൻറ്റ് ബ്രാൻഡിലും അവൈലബിൾ ആണ്. ABB, സിമെൻസ്, സ്നൈഡർ, അങ്ങനെ മാർക്കറ്റിൽ അലൻ ബ്രാഡ്ലി, റോക്ക്വെൽ, അങ്ങനെ ഒത്തിരി റെപ്യൂട്ടഡ് ബ്രാൻഡ്സ് എല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നോർമലി ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ നമുക്ക് സേഫ്റ്റി റിലേ ഉപയോഗിച്ചാൽ പോരെ, എന്തിനാണ് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് സേഫ്റ്റി PLCക്കൊക്കെ പോകുന്നത് എന്ന് ചോദിക്കാം. അതായത് നിങ്ങൾക്ക് വളരെ 1-2 ലോജിക്കേ ഉള്ളൂ എങ്കിൽ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേഫ്റ്റി റിലേ ഉപയോഗിക്കാം. കോസ്റ്റും കുറവാണ്, നമ്മുടെ പർപ്പസ് അത്ര തന്നെ ഉള്ളൂ. ബട്ട് നിങ്ങൾക്ക് ധാരാളം IOs ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, കൂടുതൽ ലോജിക് ചെയ്യാനുണ്ട്, ഒരുപാട് ഇന്റർലോക്സ് ഉണ്ട്, പല കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ സിറ്റുവേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സേഫ്റ്റി PLC എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോയാൽ മതി. അല്ലാത്ത കേസിൽ ധാരാളമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേഫ്റ്റി റിലേ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഓവറോൾ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. സേഫ്റ്റി PLC എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഹൈ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരു PLC ആണ്. നോർമൽ PLCനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ധാരാളം ബെനിഫിറ്റ്സ് അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് നമുക്കൊരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സോ എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്